വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയാണല്ലേ. ഒരു വർഷത്തെ ഐശ്വര്യം മുഴുവൻ നാം കാണുന്ന ഒരു കണിയിലാണ് ഇരിക്കുന്നത്. അമ്മമാരും വീടുകളിലെ സ്ത്രീകളുമാണ് സാധാരണയായിട്ട് കണി ഒരുക്കാറുള്ളത്. അപ്പോൾ വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. വിഷുക്കണി കാണുക, അതുപോലെ തന്നെ സദ്യ കഴിക്കുക, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. കൊന്ന പൂവൊക്കെ പറിക്കാൻ പോവുക, എന്ത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷുക്കണിയാണ്. അതായത് ഒരു വർഷത്തെ മുഴുവൻ ഫലം ഇരിക്കുന്നത് വിഷുക്കണിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണി ഒരുക്കണം. ആ സമയത്ത് നമ്മൾ കുറേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം. അതായത് അശ്രദ്ധയോടെ ചെയ്യുന്ന പല കാര്യങ്ങളും അത് ചീത്തയിലേക്ക് ചെന്ന്, അതായത് തെറ്റിലോട്ട് ചെല്ലാനുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ കണി ചിട്ടയോടെ ഒരുക്കാമെന്നും ആ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഈ പ്രാവശ്യത്തെ 2026 വിഷു വരുന്നത് ഏപ്രിൽ 15 തീയതിയാണ്. പുലർച്ചെ 4:42 5:30 ഈ സമയമാണ് ഏറ്റവും ശുഭകരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് തിരി കൊളുത്തി പ്രാർത്ഥിച്ച് കണി കാണാൻ ശ്രമിക്കുക. ബാക്കി എല്ലാവരെയും കറക്റ്റായിട്ട് കണി കാണിക്കാൻ നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കണി കാണേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോ ഒന്ന് പോയി കണ്ടാൽ അത് കറക്റ്റ് സമയവും എങ്ങനെ കണി കാണാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ വീട്ടിലെ മുതിർന്ന അമ്മമാർ എഴുന്നേറ്റ് ദീപം തെളിയിക്കുകയും തുടർന്ന് കുട്ടികളെയും മറ്റ് കുടുംബാംഗങ്ങളെയും കണ്ണ് പൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കുകയും വേണം. ഈ 5:30 മണിക്ക് മുൻപായിട്ട് കണി കണ്ട് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും തലേ ദിവസം തന്നെ കണി ഒരുക്കാറുണ്ട്. അതുപോലെ പിറ്റേ ദിവസം ചിലവർ വെളുപ്പിന് എഴുന്നേറ്റ് കണി ഒരുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ടല്ലേ. അപ്പോൾ പലവരും വീഡിയോയിൽ വന്ന് ഓർക്കും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കണി വെക്കുന്നത്, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ കണി ഒരുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകളൊക്കെ സംഭവിച്ചാൽ നമുക്ക് ചെറിയ ദോഷങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ദോഷം വരാതിരിക്കാനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് വിഷുക്കണി ഒരുക്കാൻ നോക്കുക. നമുക്കറിയാം വിഷുവിന് തലേ ദിവസം വേണം നമ്മൾ കണി ഒരുക്കാനായിട്ട്. ഈ പ്രാവശ്യം ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാത്രി 12 മണിക്ക് മുൻപായിട്ട് തന്നെ കണി ഒരുക്കി വെക്കണം. ആ ഒരു സമയമാണ് ഏറ്റവും കണി വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ഒരിക്കലും 12 മണിക്ക് ശേഷം കണി ഒരുക്കി വെക്കരുത്. വിഷു ദിവസം വെളുപ്പിന് കണി ഒരുക്കുന്നത് അത്ര നല്ലതല്ല. എപ്പോഴും തലേ ദിവസം കണി ഒരുക്കി വയ്ക്കുക. നമുക്ക് നെയ്യൊക്കെ വിളക്കെണ്ണയൊക്കെ ഒഴിച്ചൊക്കെ വെച്ചാൽ മതി. തിരി രാവിലെ ഇട്ടിട്ട് കത്തിച്ചാൽ മതി. വിഷു ദിവസം വെളുപ്പിനാണ് നമ്മൾ കണി ഒരുക്കുന്നത്. ശരിയായ രീതി അല്ല. അതുകൊണ്ട് തലേ ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് വിഷുക്കണി ഒരുക്കുന്നതിന് മുന്നേ നമ്മൾ തലേ ദിവസം തന്നെ വീടും പരിസരവും നല്ല രീതിയിൽ ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ വിഷുവിന് തലേ ദിവസം ഏപ്രിൽ 14 പലരും ഒരിക്കലെടുക്കാറുണ്ട് കേട്ടോ. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. രാത്രിയിൽ ലഘുഭക്ഷണമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ്. സസ്യാഹാരം മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. രാത്രി ഒരു നേരത്തെ ആഹാരം കഴിച്ച് അടുക്കളയിലെ പൂർണ്ണമായിട്ടുള്ള ജോലികളെല്ലാം ചെയ്ത് കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വേണം നമ്മൾ ഒരുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്, കണി ഒരുക്കേണ്ടത്. പിന്നെ കണി ഒരുക്കിയ ശേഷം പിന്നീട് അടുക്കളയിൽ പ്രവേശിക്കരുത്. അതിനാൽ രാത്രി കുടിക്കാനുള്ള വെള്ളം പോലും നേരത്തെ തന്നെ എടുത്ത് നമ്മൾ റൂമിൽ കൊണ്ട് വെക്കേണ്ടതാണ്. കണി ഒരുക്കുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണല്ലോ സാധാരണയായിട്ട് കണി ഒരുക്കാറുള്ളത്. കണി ഒരുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ല രീതിയിൽ കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ഓരോ വസ്തുക്കളും കണിയായിട്ട് വെക്കാനായിട്ട്. പൂജാമുറിയോ ഹാളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം മഞ്ഞൾ വെള്ളമോ പനിനീരൊക്കെ തെളിച്ച് ശുദ്ധിയാക്കണം. അതിനെ പിന്നെ വീടും പരിസരവും തലേ ദിവസം തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മുടെ വീട്ടിലെ ചപ്പുചവറുകളെല്ലാം ഒഴിവാക്കണം. പിന്നെ വീട്ടിലെന്തെങ്കിലും പഴയ ക്ലോക്കുകൾ, പഴയ കലണ്ടറുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. പിന്നെ കണിയിൽ നാളികേരം വെക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട്. നാളികേരം മുഴുവനായിട്ട് കണിയിൽ വെക്കരുത്. അത് ഉടച്ച് 2 മുറികളിലായിട്ട് വെക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം. ഈ മുറികളിൽ നാണയത്തൊട്ടുകൾ ഇടാം. ചിലർ ഈ നാളികേരം മുറിച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് തെളിയിക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ 4:42 5:30 ഇടയിലാണ് നമ്മൾ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കേണ്ടത്. തലേ ദിവസം കുളിച്ചതിനാൽ രാവിലെ വീണ്ടും കുളിക്കേണ്ടതില്ല. കണി കാണുന്നതിന് മുന്നേ കുളിച്ചാൽ ആദ്യം കണി കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കിണ്ടിയിലെ ജലം എടുത്ത് കണ്ണിലും ദേഹത്തും ജസ്റ്റ് ഒന്ന് തളിച്ച് ശുദ്ധിയായ ശേഷം മാത്രം വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ കണ്ണ് പൊത്തി കൊണ്ടുവരുമ്പോൾ അവരോട് ആദ്യം ഭഗവാന്റെ മുഖം ദർശിക്കാൻ പറയണം. അതിനാൽ
ശേഷം വാൽക്കണ്ണാടിയുടെ സ്വന്തം മുഖം കൂടി ദർശിക്കാനായിട്ട് നിർദ്ദേശിക്കണം. സരസ്വതി ദേവിയെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന പുണ്യഗ്രന്ഥം ഭാഗവതമോ രാമായണമോ അല്ലെങ്കിൽ ഗീത എന്തെങ്കിലും കാണുമല്ലോ നമ്മൾ വെച്ചിരുന്നത്, അതിൽ തൊട്ട് വന്ദിക്കാൻ കുട്ടികളോട് പറയണം. അതുപോലെ തന്നെ കണി കണ്ട ശേഷം രാമായണം ഭക്തിയോടെ നന്നായിട്ട് വായിക്കുക. അതിൽ വലതുവശത്തെ പേജിൽ വരുന്ന കാര്യങ്ങൾ ഒരു വർഷത്തെ ഫലത്തിൻ്റെ സൂചനയായിട്ട് കണക്കാക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണി കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കണി കാണുന്നതിന് മുൻപ് കുളിക്കരുത്. രാവിലെ എഴുന്നേറ്റ് ഉടനെ പോയിട്ട് കുളിക്കാൻ നിൽക്കരുത്. കാരണം കുളിക്കാൻ പോയാൽ ആദ്യം കണി കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ കുളിച്ച് ശുദ്ധിയോടെ കിടക്കുന്നതിനാൽ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് കണി കാണാവുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണുകൾ പൊത്തി പിടിച്ച് വേണം കണിയുടെ മുന്നിൽ എത്താൻ. ഭഗവാന്റെ വിഗ്രഹവും കണിയിലെ ഐശ്വര്യവസ്തുക്കളും അല്ലാതെ മറ്റൊന്നും ആദ്യം കാണാൻ പാടില്ല. കൈനീട്ടം നൽകുമ്പോൾ നാണയം മറക്കരുത്. നോട്ട് മാത്രമായിട്ട് കൈനീട്ടം നൽകാതിരിക്കുക. സ്വർണ്ണ നാണയവും എന്തെങ്കിലും സ്വർണത്തിൻ്റെ ഒരു അംശവും കുറച്ച് നാണയവും നോട്ട് ഉണ്ടെങ്കിൽ നോട്ടും കൊടുക്കാം. പിന്നെ വെറ്റില അടയ്ക്കുക. പിന്നെ കുറച്ച് കൊന്നപ്പൂവും കൂട്ടിയിട്ട് നമ്മൾക്ക് കൈനീട്ടം കൊടുക്കുന്നത് അത്രയേറെ നല്ലതാണ്. കൈനീട്ടം നൽകുമ്പോൾ ഒരിക്കലും നോട്ട് മാത്രമായിട്ട് കൊടുക്കാതെ അതിനകത്ത് നാണയം കൂടി വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് നിഴൽ വീഴാൻ പാടില്ലെന്ന് പറയാറുണ്ട്. ഇത് കണി ഒരുക്കുമ്പോഴും കണി കാണുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഭഗവാന്റെ മുഖത്തോ കണിയിലോ മറ്റു വസ്തുക്കളുടെയോ വിഗ്രഹത്തിൻ്റെ തന്നെയോ നിഴൽ വീഴുന്ന രീതിയിൽ നിൽക്കാനോ ദർശിക്കാനോ പാടില്ല. അത് ദോഷഫലമാണ് നൽകുന്നത്. പിന്നെ അശുദ്ധിയോടെ സമീപിക്കരുത് കേട്ടോ. പീരീഡ് സമയത്ത് പുലവാലായം അങ്ങനെയുള്ള സമയത്തൊന്നും ഭഗവാന്റെ മുന്നിൽ ദർശിക്കരുത്. മാംസാഹാരമോ മദ്യമോ ഒന്നും ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നല്ല രീതിയിൽ ശുദ്ധി പാലിക്കണം. ചുരുക്കത്തിൽ കണ്ണ് തുറന്നാൽ ആദ്യം കാണുന്നത് ഭഗവാനെയും കണിയിലെ ഐശ്വര്യങ്ങളായിരിക്കണം. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെ കണി ഒരുക്കാം എന്ന് പറയാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കണി കാണേണ്ട സമയവും എങ്ങനെ കൈനീട്ടം കൊടുക്കാമെന്നും ഒരു പരമ്പരാഗത രീതി എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ പൂജാമുറിയോ ഹാളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ കണി ഒരുക്കാം. തറയിൽ നേരിട്ട് ഒരുക്കാതെ ഒരു പായ വിരിച്ച് അതിന് മുകളിൽ ഒരു മുണ്ട് വിരിച്ച് വേണം നമ്മൾ കണി ഒരുക്കാൻ. ശ്രീകൃഷ്ണ വിഗ്രഹം ഉള്ളവർ വെക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ആയാലും മതി. അത് ഒരു പീഠത്തിൽ വെച്ച് ഒരു മഞ്ഞപ്പട്ട് വിരിച്ച് അതിൻ്റെ പീഠത്തിൽ വെക്കുക. പിന്നെ ഉരുളിയാണ് ഏറ്റവും നല്ലത്. ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാം. അത് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം അതിന് 3/4 ഭാഗം നമ്മൾ ഉണക്കലരി നിറയ്ക്കണം. അതിന് മുകളിലാണ് കണിവെള്ളരി വെക്കേണ്ടത്. കണിവെള്ളരി ഭഗവാന്റെ മുഖം എന്ന് സങ്കല്പിച്ച് ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഓരോ വസ്തുക്കളും വെക്കാനായിട്ട്. മറ്റുള്ള വസ്തുക്കൾ ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, നാളികേരം ഒക്കെ വെക്കുക. നാളികേരം നമ്മൾ ഒരിക്കലും മുഴുവനെ വെക്കരുത്. മുറിച്ച് മാത്രം 2ആയിട്ട് വെക്കുക. പിന്നെ വാൽക്കണ്ണാടി, കോടിമുണ്ട്, വെറ്റില അടയ്ക്ക, സ്വർണ്ണ നാണയം, ഗ്രന്ഥം, കൺമഷി, കുങ്കുമച്ചേത്തിപ്പ് എന്നിവ വെക്കാം. അഷ്ടമംഗല തട്ടുണ്ടെങ്കിൽ അതും വെക്കുന്നത് നല്ലതാണ്. പിന്നെ നിലവിളക്ക് ഭഗവാന്റെ വലതുവശത്തായിട്ട് വേണം വിളക്ക് വെക്കാനായിട്ട്. വിളക്കിൻ്റെയോ മറ്റു വസ്തുക്കളുടെയോ നിഴൽ ഭഗവാന്റെ മുഖത്തോ ഒന്നും വീഴാൻ പാടില്ല. 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് വേണം അന്നേ ദിവസം വിളക്ക് കത്തിക്കാൻ. ബ്രഹ്മ മുഹൂർത്തത്തിൽ ഏകദേശം 4:42-നും 5:30 തന്നെ എഴുന്നേറ്റ് കത്തിച്ച് എല്ലാവരും കണി കാണാനായിട്ട് ശ്രമിക്കുക. കണി ഒരുക്കിയ സ്ഥലത്ത് വെച്ചിരിക്കുന്ന കിണ്ടിയിലെ വെള്ളം കണ്ണിലും ദേഹത്തും തളിച്ച് ശുദ്ധിയാക്കുക. അതിനുശേഷമാണ് തിരി കൊളുത്തേണ്ടത്. നമ്മൾ കിണ്ടിയിലെ വെള്ളത്തിൽ ഒരു വെള്ള പുഷ്പം ഇട്ടിട്ട് വേണം നമ്മൾ ഭഗവാന്റെ മുന്നേ നദിക്കാൻ വെക്കാനായിട്ട്. അതിൽ നിന്ന് വെള്ളം എടുത്ത് മേലിൽ ശുദ്ധിയാക്കിയതിന് ശേഷം നമ്മൾ നേരെ എഴുന്നേറ്റ് വന്ന് കത്തിക്കാവുന്നതാണ്. ആദ്യം നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ ദർശിക്കുക. തുടർന്ന് വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരെയും കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കുക. കുട്ടികളോട് ആദ്യം ഭഗവാനെയും പിന്നീട് വാൽക്കണ്ണാടിയും സ്വന്തം മുഖം ദർശിക്കാൻ പറയുക. പിന്നെ അതിനുശേഷം നമുക്ക് വിഷുക്കൈനീട്ടം കൈമാറേണ്ടതാണ്. വിഷുക്കൈനീട്ടം എങ്ങനെ കൈമാറാമെന്നും എന്തൊക്കെ വസ്തുക്കൾ വേണമെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയാൽ മതി കേട്ടോ. അപ്പം മുതിർന്നവർ കുടുംബങ്ങൾക്ക് കൈനീട്ടം നൽകുക. നോട്ട് നൽകുകയാണെങ്കിൽ കൂടെ നാണയത്തുട്ടുകൾ കൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണിയിൽ വെച്ചിട്ടുള്ള രാമായണവും മറ്റു പുണ്യഗ്രന്ഥങ്ങളും എടുത്ത് ഒന്ന് പകുത്ത് വായിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ രീതിയിൽ ഭക്തിയോടെ നിങ്ങൾ കണിയൊരുക്കി കണി കണ്ടാൽ ഈ വർഷത്തെ വിഷു അതിക്ഷേമമായിരിക്കും. അത്രയേറെ ഐശ്വര്യവും സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു വിഷു ആയിരിക്കും ഈ പ്രാവശ്യത്തെ. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷു ഈ ചിട്ടയോടുകൂടി നല്ല ഭംഗിയായിട്ട് ഒരുക്കി കണി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു.